ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോടുള്ളത് എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആകും. ജനറൽലെസ് വീഡിയോ ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ട്രസ്റ്റ് ആണ് ഫസ്റ്റ് പയലായിട്ട് വെച്ചിരിക്കുന്നത്. ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഡിവൈൻ കണക്ഷനെയും അതുപോലെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ട്രസ്റ്റ്. ഓക്കെ, ഒരു കൈ, 2 കൈകളുണ്ട്. ആ കൈ കുമ്പിളിൽ നമുക്ക് ബ്രൗൺ ബട്ടർഫ്ലൈനെ കാണാൻ പറ്റും അല്ലേ? അത് കുറച്ച് ചക്ര ആക്ടിവേഷനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ്. സോ ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പയൽ ആൻഡ് ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ. ദ ട്രൂ ഓഫറിംഗ് ആണ്. ഓക്കെ, ഇതും അത്യാവശ്യം നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് വിധിക്കപ്പെട്ട, നിങ്ങളുടെ ഡെസ്റ്റിനി കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട കാര്യങ്ങൾ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇവിടെ യെല്ലോ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. ഓക്കെ, ട്രൂ ഓഫറിംഗ്. സോ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത്, നിങ്ങളെ കോൾ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് പയലിലേക്ക് പോകാം. ട്രസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ, ഈ ഒരു ട്രസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാർഡ്സാണ്, 9 കാർഡ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 9 കാർഡ് സ്പ്രെഡാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. 1-2 മാസമൊക്കെ ഞാൻ ഡിസ്കൗണ്ട് വെക്കാണ്ട് ഇരുന്നതാണ്. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡിസ്കൗണ്ട് ഇല്ലായിരുന്നു. സോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഡിസ്കൗണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോ ബാക്ക് ടു ദ റീഡിംഗ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പൈൽ ദിസ് ട്രസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സോറി. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്. സോ ഈ ഒരു സ്പ്രെഡ്, ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദ ഏഞ്ചൽ യൂറിയൽ കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഓൾസോ ദ ഡോർ ടു റൊമാൻസ്, ആൻഡ് ഓൾസോ ദ ബ്രോക്കൺ ഹാർട്ട്. ഈ ഒരു സെറ്റാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പാസ്റ്റ് ലൈഫ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അതൊരു പക്ഷേ നിങ്ങളായിരുന്ന സമയത്ത്, നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തായിരിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സിറ്റുവേഷൻ. ഈ പേഴ്സൻ്റെ എന്തായാലും പാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബിക്കോസ് ഈ ഒരു പാസ്റ്റ് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഇത് കൂടുതലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് കൂടുതലും കാണാനായിട്ട് പറ്റുന്നത്. മേ ബി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ, അതായത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ആദ്യമൊക്കെ ഈ പേഴ്സൺ സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഇൻറ്റിമസി കാണിച്ചിരുന്നില്ല. ഓക്കെ, അത് മേ ബി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടായിരിക്കണം. നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണെ സ്നേഹിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്നേഹിക്കാനായിട്ടും അറ്റാച്ച്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒരു അടുപ്പത്തിൽ, ഒരു സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ പേഴ്സണ് ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയോ സെക്ഷൽ ഇൻറ്റിമസിയോ ഉണ്ടായിരുന്നില്ല. ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തി. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എപ്പോഴും റിസ്കി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു ഈ വ്യക്തിയുടേത്. അതായത് എപ്പോഴും റിസ്ക്, അതായത് ഇപ്പോൾ ഒരു ജോലി നോക്കുന്നുണ്ടെങ്കിൽ
അത് കയ്യിൽ വരെയും കിട്ടിയിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ. അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മൈൻഡും അതുപോലെ ശരീരവും അതുപോലെ എനർജിയും അത്ര നല്ലതല്ലായിരുന്നു. ഓക്കെ. അതായത് വളരെയധികം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ പേഴ്സൺ പുറമേ മേ ബി ചിരിക്കുന്നുണ്ടാകണം. പക്ഷെ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആരോഗ്യകരമായിട്ടും സമാധാനപരമായിട്ടുമുള്ള മനസ്സ് ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ ഈ പേഴ്സൺ മറന്നു. ഓക്കെ. ആൻഡ് അത് മേ ബി നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആകാം കേട്ടോ. പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ശേഷമുള്ള ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഓക്കെ. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കർമ്മ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു. പലപ്പോഴും ഈ പേഴ്സൺ പോലും സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ടാകണം. അതായത് ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇത്രയും പരാജയമായി തീർന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും അത് വിജയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൂജ, പ്രാർത്ഥന, കാര്യങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഉപകാരപ്രദമില്ലാതെ വന്നു. ബിക്കോസ് ഒട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നില്ല ഈ പേഴ്സൻ്റേത്. കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് നല്ലൊരു ലൈഫിലേക്ക്, അതായത് ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇരുട്ട് പിടിച്ച മുറിയായിരുന്നു. അതിലേക്ക് വെളിച്ചം വരുന്ന കാര്യം വളരെയധികം കഷ്ടമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ബി നിങ്ങൾ ഈ പേഴ്സൺ ആയിരുന്ന സമയത്ത്, ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തോ കല്യാണത്തിന് ശേഷമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഇതാക്കുക. മേ ബി നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ബിക്കോസ് ഡോർ ടു റൊമാൻസ് നമ്മൾക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് സെപ്പറേറ്റഡ് ആയി, അതായത് ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ഈ പേഴ്സന്റെ കൂടെ നിന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ സെപ്പറേറ്റഡ് ആയി. ഓക്കെ. അതായത് ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ അത് അവസാനിച്ച അവസ്ഥ. അതായത് ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു. നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതുകൊണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒന്നും പറയത്തക്ക രീതിയിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു. ഓക്കെ. അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതും അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് പറഞ്ഞു പോയതും ഗുഡ് ബൈ പറഞ്ഞു പോയതൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് കെയർ, ഞാനിതൊന്നും മൈൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഈ പേഴ്സൺ ഇരുന്നത്. ബിക്കോസ് ഈ പേഴ്സൺ ഒരു അൺലക്കി പേഴ്സൺ ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ ഇരുന്നത്. ഓക്കെ. അതായത് എനിക്ക് ഭാഗ്യമൊന്നുമില്ല, ഓക്കെ, എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. ഈ പേഴ്സണെ കുറ്റം പറയാനും പറ്റില്ല. ബിക്കോസ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അങ്ങനെ തന്നെ ആയിരുന്നു. ചെറിയ രീതിയിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കൻ, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സാണ് നല്ല രീതിയിൽ കീറി മുറിച്ച അവസ്ഥ. വി ക്യാൻ സീ ദിസ് കാർഡ്, റൈറ്റ്? ബ്രോക്കൺ ഹാർട്ടാണ്. ബിക്കോസ് അതായത് ആ ഒരു മനസ്സ് കീറി മുറിച്ച ഒരവസ്ഥയാണ്. അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഓക്കെ. നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു സൂയിസൈഡ് അറ്റംപ്റ്റിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. മേ ബി അതിന് ശ്രമിച്ചിട്ടുണ്ടാകണം. ഓക്കെ. ബിക്കോസ് മേ ബി നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കുറ്റമാണ് എന്നുള്ള രീതിയിലായിരിക്കണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഓക്കെ. പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട്. അതായത് ഈ പേഴ്സന്റെ കുറ്റം തന്നെ ആയിരുന്നു. പക്ഷെ അത് ഈ പേഴ്സൺ ജന്മം കൊണ്ടാലും അക്സെപ്റ്റ് ചെയ്യില്ല, അതായത് അംഗീകരിച്ച് തരില്ല എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും
നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അത് മേ ബി നിങ്ങൾ ടാരറ്റ് റീഡിങ്സ് കാണുന്നത് കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കണം. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ കുറച്ചും കൂടി കരകയറി വരുന്നുണ്ട്. ഓക്കെ. അതായത് നിങ്ങൾക്ക് സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാനാണെങ്കിൽ ദ പ്രസന്റ് സിറ്റുവേഷൻ ആൻഡ് ദ കറണ്ട് എനർജി ഓഫ് യു ആൻഡ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ലെറ്റ് ഗോ സിറ്റുവേഷൻ തന്നെയാണ്. കാരണം നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വാക്കിംഗ് എവേ എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ പേഴ്സൺ എന്താ പറയുക, കാര്യവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് നീങ്ങിപ്പോകുന്ന ഒരു കാർഡാണ്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഗേറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പോകുകയാണ്, ആ ഗേറ്റ് അടച്ചിട്ട് ഈ പേഴ്സൺ ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ലെറ്റ് ഗോ സിറ്റുവേഷൻ. ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും എന്താ പറയുക, ഒരു ലെറ്റ് ഗോ സിറ്റുവേഷൻ. പെട്ടെന്ന് ഈ പേഴ്സൺ ലെറ്റ് ഗോ പറഞ്ഞു പോയി. അതല്ല എങ്കിൽ നിങ്ങളാണ് ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞതെങ്കിൽ ഈ പേഴ്സൺ റെഡിയാണ് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കാനോ ഒത്തുതീർപ്പാക്കാനോ തയ്യാറാകുന്നില്ല. ഓക്കെ, നമുക്ക് ഫ്യൂച്ചറൊക്കെ നോക്കാം, നമുക്ക് കറണ്ട് എനർജി നോക്കാം. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ദ വാക്കിംഗ് എവേ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു സിറ്റുവേഷൻ പ്രകാരം നിങ്ങളുടെ പേഴ്സന്റെ എനർജി പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെറ്റ് ഗോ സിറ്റുവേഷൻ ആണ്. ആൻഡ് ഓൾസോ ബട്ട് ഈ പേഴ്സൺ എങ്ങോട്ടാ പോകുന്നത്, അത് ഈ പേഴ്സൺ ഒരു നിശ്ചയവുമില്ല, ഒരു ഐഡിയയും ഇല്ല. അതായത് നിങ്ങളെ വിട്ട് പോകുന്നതിൽ ഈ പേഴ്സണ് വലിയ രീതിയിലുള്ള വിഷമമൊന്നുമില്ല. ബട്ട് ഈ പേഴ്സൺ വേറെ ലൈഫിലേക്കൊന്നുമല്ല പോകുന്നത്. അതായത് വേറെ ആളെ സ്വീകരിക്കാനോ വേറെ ആളെ കല്യാണം കഴിക്കാനോ ഒന്നുമല്ല. ബിക്കോസ് ഈ പേഴ്സൺ അറിയാം നിങ്ങളെയും കൂടി വിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ജീവിതം എന്ന് പറയുന്നത് വൻ പരാജയമായിരിക്കും എന്നുള്ളത് ഈ പേഴ്സന് നല്ലോണം അറിയാം. പക്ഷേ എന്താണ്, മുന്നോട്ട് എന്തെന്നില്ലാത്ത രീതിയിൽ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും ഇല്ലാത്ത രീതിയിലാണ്, എന്താ പറയുക, കണ്ണ് കെട്ടിയ അവസ്ഥ എന്ന് പറയില്ലേ, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട് ചെറിയ രീതിയിലെങ്കിലും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ എനർജിയാണ്, ഇപ്പോഴത്തെ പ്രസന്റ് എനർജിയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഇത് സെൻറ്റർ ഓഫ് ദ കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷം തരുന്ന ഒരു കാർഡാണ്. ബിക്കോസ് ഇത് നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, പക്ഷേ പ്രസന്റ് ഫ്യൂച്ചർ നോക്കുമ്പം നിങ്ങൾക്കതിന് ഹാപ്പി ആകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യം വരുമല്ലോ. ഓക്കെ, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ റീഡിങ്ങിൽ പറയുകയാണ് അങ്ങനെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് ചിന്തിച്ചു നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാം, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി റിവീൽ ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് മാത്രം കേൾക്കണം. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവാണ് ഇഷ്ടം. പക്ഷെ എന്നാൽ പോലും പോസിറ്റീവ് മാത്രം വേണം എന്ന് വാശി പിടിക്കരുത്. അതിൽ നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അത് സോൾവ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ സെൻറ്റർ ഓഫ് ദ കാർഡ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ആർക്കേഞ്ചൽ മെട്രട്ടോൺ ആണ്. ആൻഡ് ഓൾസോ ദ 6th ചക്രയാണ് കിട്ടിയിരിക്കുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ദ സെൻറ്റർ ഓഫ് ദ കാർഡാണ്. ഈ ഒരു സ്പ്രെഡിൻ്റെ നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് ദ കാർഡാണ്. സെൻറ്റർ ഓഫ് ദ കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. ഇത് വെറുതെ പറയുന്നല്ല, പോസിറ്റീവ് തന്നെയാണ്. ബിക്കോസ് ഈ പേഴ്സന്റെ ചക്ര ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മോശം കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരു അന്തോ കുന്തവും ഉണ്ടാവില്ല. നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ എന്താ ചിന്തിക്കുന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, ഒരു ഐഡിയയും ഉണ്ടാവില്ല. ഒരു കാര്യവും ചെയ്താൽ വിജയിക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ എന്ത് കാര്യം വിചാരിച്ചാലും നേരെ എതിരായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രസന്റ് എനർജിയിൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് അകന്നു പോകുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ ഓൾറെഡി പറഞ്ഞു, വേറെ കല്യാണം കഴിക്കാനോ വേറെ ആളുടെ പുറകെ പോകാനോ അല്ല, ഈ പേഴ്സണെ ഒറ്റയ്ക്ക് നിൽക്കണം.
ആൻഡ് ഒറ്റയ്ക്ക് നിൽക്കണതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഹീലിംഗ് തന്നെയാണ്. ഒറ്റപ്പെടുമ്പോൾ ചിലവർക്ക് ഹീലിംഗ് കിട്ടും. അത് തന്നെ അതിനെ ക്ലാരിഫിക്കേഷൻ വരുത്തുന്ന കാർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ദിസ് 6th ചക്ര കാർഡ്. കാരണം ഈ പേഴ്സന്റെ ചക്ര ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല തിരിച്ചറിവുകളും ഈ പേഴ്സൺ അറിയാൻ പോകുന്നു, പല കാര്യങ്ങളും തിരിച്ചറിയാൻ പോകുന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നു. ബിക്കോസ് ഇത് നമുക്ക് ബ്രൗൺ ചക്രയായിട്ട് പറയാം. തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആണ്, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഇപ്പൊ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും എന്നല്ല, പക്ഷെ എന്നാലും ഈ പേഴ്സൺ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതാണ് സത്യം, ഏതാണ് കള്ളം? മേ ബി ഈ പേഴ്സന്റെ ഏറ്റവും വലിയ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അമ്മയായിരിക്കും. ഓക്കെ, അതെല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. ബട്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അത് മേ ബി അത് ഈ പേഴ്സൺ ഇട്ട് പണിയുന്നത് ഈ പേഴ്സന്റെ അമ്മയോ അച്ഛനോ തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ് സത്യം, ഏതാണ് കള്ളം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ള ഒരു ഇതുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും കാലം മേ ബി നിങ്ങൾ ഈ പേഴ്സന്റെ മുന്നിൽ ഒരു കള്ളനോ കള്ളിയോ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഇറ്റ്സ് നിങ്ങളുടെ ടേൺ ആയി, ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ബിക്കോസ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരിത് കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് ഈ പേഴ്സൺ. ഈ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള വിഷനിലേക്ക് വരുന്ന, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ടേണിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെയും സംതിങ് ന്യൂ ഈസ് ഹാപ്പനിങ്, ന്യൂ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് ഓൾസോ അതിന്റെ ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് മെൻ ഹോൾഡിങ് എ കോയിൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ പേഴ്സൺ ദൂരേക്ക് നീങ്ങി പോവാണെന്ന്. മേ ബി വീട് വിട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാകണം, വേറെ അന്യ നാട്ടിലോ അന്യ രാജ്യത്തോ ഈ പേഴ്സൺ പോയിട്ടുണ്ടാകണം. അത് പോയത് വേറൊന്നും ആയിട്ടല്ല, സമ്പാദിക്കാൻ തന്നെയാണ്. സംതിങ് എന്തെങ്കിലും പുതിയ രീതിയിലുള്ള കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലി, ചിലപ്പോൾ നാട്ടിൽ ഈ വ്യക്തിക്ക് ഒരു ജോലി ഉണ്ടായിട്ടുണ്ടാകണം, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് ക്വിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട, കുറച്ചും കൂടി സാലറി ലഭിക്കുന്ന, കുറച്ചുകൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി എന്തെങ്കിലും അന്വേഷിച്ച് പോയിട്ടുണ്ടാകണം. ബിക്കോസ് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തീരുമാനങ്ങളും ചിന്തിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാലം ഈ പേഴ്സൺ ആരുടെയൊക്കെയോ കളിപ്പാവയായിരുന്നു. ഓക്കെ, അവർ പറയുന്നതിനനുസരിച്ച് കേട്ട് തുള്ളുന്ന ഒരു വ്യക്തി. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ലൈഫ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് കാർഡ് ഇസ് ദ ന്യൂ സ്റ്റേജ് ഓഫ് ലൈഫ് ഓഫ് ദിസ് പേഴ്സൺ. ഈ പേഴ്സന്റെ ഒരു പുതിയ അധ്യായം, ഈ പേഴ്സന്റെ ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ വളർന്നു വന്ന സാഹചര്യം ഒക്കെയാണ് ഈ പേഴ്സൺ ഇങ്ങനെ നട്ടലില്ലാത്തവനായിട്ടും, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം അഭിപ്രായം, സ്വന്തം സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായി മാറ്റിയത്, അല്ലെങ്കിൽ വ്യക്തിയാക്കി മാറ്റിയത് ഈ പേഴ്സൺ വളർന്നു വന്ന സാഹചര്യം തന്നെയാണ്. ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയാനില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫ്യൂച്ചർ കാർഡ്സ് ആർ ദ തിങ്കിങ് മെൻ. ഓക്കെ, ദ തിങ്കിങ് മെൻ. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതായത് ഈ പേഴ്സൺ ഈ ഒരു കറണ്ട് എനർജിയിൽ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോ, ചിന്തിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ, ഈ വ്യക്തിയുടെ പുറമെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും, ബിക്കോസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു മെൻ, ഒരു ഡയമണ്ട് ആണ്, തിളങ്ങുന്ന അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡയമണ്ടിനെ പിടിച്ചു നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദ തിങ്കിങ് മെൻ ആണ്, ദ തിങ്കിങ് മാൻ. ഓക്കെ, അതായത് സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി ഫ്യൂച്ചറിൽ വരുംതോറും നിങ്ങളായിട്ടുള്ള കണക്ഷൻ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ, അതായത് നിങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പോവാണല്ലോ, അകന്നു പോവാണല്ലോ. അപ്പൊ ഈ പേഴ്സൺ തീർച്ചയായും ഒറ്റപ്പെടും. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കും.
ഐ മീൻ ജോലി സംബന്ധമായിട്ടുള്ള പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളെക്കുറിച്ച് ഉറപ്പായും ആലോചിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അതുപോലെ ഈ പേഴ്സൺ ലെറ്റ് ഗോ ചെയ്തു പോയത്, അതായത് ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോയത് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നോ, അല്ലെങ്കിൽ ഇത്രയും നല്ല മനസ്സിന് ഉടമയായിരുന്നോ നിങ്ങളെന്ന് ഈ പേഴ്സൺ മസ്റ്റായിട്ടും ഈ പേഴ്സൺ അത് മനസ്സിലാക്കും. നിങ്ങളുടെ വർത്ത് എന്താണ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ അഗെയിൻ ദ ക്ലാരിഫിക്കേഷൻ, ദ ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. പക്ഷെ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ജേണി ഉണ്ടായിരുന്നു, സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആൻഡ് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് വരുമെന്നും ഇമോഷണൽ പരമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ്, ഇമോഷണൽ എനർജി വർദ്ധിച്ചു വരുമെന്നും നിങ്ങളുടെ ഇൻഡ്യൂഷൻ, അതായത് ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മേ ബി നടക്കുന്നില്ലായിരിക്കാം, നേരെ എതിരായിരിക്കാം നടക്കുന്നത്. ബട്ട് ഡോണ്ട് വെറി ഗൈസ്, കാരണം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം പവർഫുൾ ആയിട്ടും അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടും സക്സസ്സിലേക്കും വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ ബാലൻസ് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം ഈസ് ദ വിക്ടറി കാർഡാണ്. അപ്പോൾ ഇതോടുകൂടി തീർപ്പായി. ബിക്കോസ് നിങ്ങളുടെ കാര്യം സക്സസ്സിലേക്ക് തന്നെ എത്തും. ഓക്കെ, കാരണം വിക്ടറി തന്നെയാണ് കാണിക്കുന്നത്. സക്സസ് സക്സസ് സക്സസ്, വിജയം വിജയം വിജയം. അപ്പോഴേക്കും ഈ ഒരു നെഗറ്റീവ് കർമ്മ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ എന്താ പറയുക, ഓടിക്കളയും, നിങ്ങളെ വിട്ട് ഓടിക്കളയും. അതായത് ഒരു കാലഘട്ടം എത്തുമ്പോൾ അങ്ങനെയാണ്, നെഗറ്റീവ് ചെയ്ത ആൾക്കാരൊക്കെ ജംപ് ചെയ്തു പോകും, അത് ഓടിപ്പോകും, നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതായത് നെഗറ്റീവ് എനർജി കംപ്ലീറ്റ്ലി കിക്ക് ഔട്ട് ആകും. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വിജയത്തിന്റെ വെളിച്ചം വന്നു ചേരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് കുറച്ച് ലവ് മെസ്സേജ്. ഡോണ്ട് ലീവ് മീ ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത്. ഓക്കെ, ഐ മിസ് യുവർ ഹാൻസം ഫേസ് ഓൾറെഡി. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾ പറയാനായിരിക്കാം ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദ ഓറഞ്ച് ബ്ലൂ ബട്ടർഫ്ലൈ ആൻഡ് ഓൾസോ ദ പുണർദം നാള് കിട്ടിയിട്ടുണ്ട്. പിങ്ക് ബട്ടർഫ്ലൈ, അതുപോലെ തന്നെ ദ ബ്രൗൺ ഐസ് ഇസ് ഹിയർ, ദെൻ ദ ഷോർട്ട് ഹെയർ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീനിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, പിന്നെ വീഡിയോൻ്റെ തുടക്കത്തിലും നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ദിസ് ട്രൂ ഓഫറിംഗ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ്, പിന്നെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് എല്ലാവരോടും കൂടി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിങ്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വ്യക്തിയുടെ സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. ട്രൂ ഓഫറിംഗ് ആണ് സെക്കൻഡ് പയൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ദ ഡിസീറ്റ് കാർഡ്. ഓക്കെ, ഇത് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് റിവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്, ഡിസീറ്റ് കാർഡ്. അതായത് ഈ പേഴ്സണ് അത്യാവശ്യം, അതായത് കുറച്ച് മുന്നത്തെ ഒരു പാസ്റ്റ് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു. അതായത് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തായിരിക്കണം
അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച ആ ഒരിടക്ക്, അതായത് എല്ലാ സിറ്റുവേഷനും പറയണമല്ലോ. എല്ലാവരും ഇത് കാണുന്നുണ്ട്. ലവേഴ്സ് മാത്രമല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ വേറെ കണക്ഷൻസ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആക്കിയെടുക്കുക. ഓക്കെ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ റിവേഴ്സ് കാർഡാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ദ ഡിസീറ്റ് കാർഡ്, ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യം നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയിരുന്നു. അത്യാവശ്യം എന്നല്ല, ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ ചെയ്ത് തന്നിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു അഫെക്ഷനേറ്റ് ആയിട്ട് ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ദ പാസ്റ്റ് എനർജി, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫ്, അതായത് അത്രയും സീക്രറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ എന്താ പറയാ, ഈ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതായത് ഈ പേഴ്സൺ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഈ പേഴ്സണ് വളരെയധികം പോസിറ്റീവ് എനർജി ആയിരുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കണം. ഓക്കെ. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ പേഴ്സൺ വളരെ സത്യസന്ധത, അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ഓപ്പൺ ആയിട്ട് തന്നെയായിരുന്നു നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. അതായത് വളരെ സത്യസന്ധമായ രണ്ട് കപ്പിൾസ് എന്ന് പറയില്ലേ, സത്യസന്ധമായിട്ടുള്ള ആൾക്കാര്. സച്ച് എ നൈസ് കണക്ഷൻ ആയിരുന്നു. മേ ബി ഇതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേണിയൊക്കെ ആയിട്ട് കാണിക്കുന്നു. ഓക്കെ. ആൻഡ് ഓൾസോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. കാരണം നിങ്ങൾ എപ്പോഴും കണ്ട് ഇഷ്ടപ്പെട്ടവരാണെന്നാണ്. കൂടുതലും ലവേഴ്സിന്റെ എനർജിയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇനിയിപ്പോൾ മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾ മേ ബി ഒരുമിച്ച് പഠിച്ച ആൾക്കാരോ, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരോ, അല്ലെങ്കിൽ സംതിങ് സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ ആൾക്കാരോ, സംതിങ് നിങ്ങൾ എപ്പോഴും കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടി, അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ കണക്ഷൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ ബോണ്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻഡ്, അതായത് കുറച്ചും കൂടെ ഒരു അൺഹെൽത്തി ഹാബിറ്റ്സ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഈ പേഴ്സന്റെ എനർജി എപ്പോഴൊക്കെയോ ഈ പേഴ്സന്റെ എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയി പോയ ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് ചോർന്നു പോയ ഒരവസ്ഥ, പെട്ടെന്ന് കട്ട് ഓഫ് ആയി പോയ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വളരെ ഒരു ഊർജ്ജസ്വലനായ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ വളരെ മാസ്കുലൈൻ എനർജിയുള്ള, വളരെ എന്താ പറയുക, ആരോഗ്യമൊക്കെ നോക്കുന്ന, അത്യാവശ്യം പോസിറ്റീവായിട്ട് പോകുന്ന, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ഒരു വ്യക്തിയുമായിരുന്നു ഈ പേഴ്സൺ. പക്ഷെ എവിടേക്കോ ഈ പേഴ്സന്റെ എനർജി കട്ട് ഓഫ് ആയി പോയി. മേ ബി ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്ത, ഐ മീൻ ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ബാഡ് കണക്ഷൻസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിന് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകണം. എവിടെയൊക്കെയോ ഈ പേഴ്സന് വഴി തെറ്റിപ്പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ അൺഹെൽത്തി ഹാബിറ്റ്സ് മസ്റ്റായിട്ടും ഈ പേഴ്സൺ ഉണ്ട്. മേ ബി നന്നായിട്ട് പുകവലിക്കുക, അല്ലെങ്കിൽ മദ്യപാനം ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഒക്കെ അമിതമായിട്ട് കഴിക്കുക, ഡിപ്രഷൻ ടാബ്ലറ്റ്സ്, ഐ മീൻ അത്തരത്തിലേക്ക്, അതായത് ഈ പേഴ്സന്റെ ഹെൽത്ത് വൈസ് ആയിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. സോ ഈ ഒരു പ്രസന്റ് എനർജി പ്രകാരം ഈ പേഴ്സൺ, അതായത് ഈ ഒരു സമയത്ത് പക്ഷെ ഈ പേഴ്സന് ഭയങ്കരമായിട്ടുള്ള കാർമിക് സിറ്റുവേഷൻസ് ഈ പേഴ്സന് വന്നിട്ടില്ല. അതായത് ഒരു മോശം അവസ്ഥ ഉണ്ടായി, ഓക്കെ, ഈ വ്യക്തിക്ക് ഒരു മോശം അവസ്ഥ വന്നു, ഓക്കെ, ഓൾ റൈറ്റ്. പക്ഷെ എങ്കിൽ പോലും അതിലേക്ക് മുങ്ങിപ്പോകാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചില്ല. അത് മേ ബി ഈ പേഴ്സൺ അത്യാവശ്യം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പാരമ്പര്യമായിട്ടുള്ള അനുഗ്രഹം, അല്ലെങ്കിൽ പൂർവികരുടെ അനുഗ്രഹം, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, അങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി ആയിരിക്കണം. കാരണം ഈ പേഴ്സന്റെ ആ ഒരു മോശം കാലഘട്ടം ഈ വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ, ആ മോശം വന്ന് ഈ പേഴ്സൺ പൂർണ്ണമായും നശിച്ചു പോവത്തില്ല. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു മോശക്കേടുകൾ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്ക് മാത്രം, അത് മേ ബി ഒരു 6 മാസത്തേക്കോ, 1 വർഷമോ, 2 വർഷമോ, 3 വർഷമോ, അതിൽ കൂടുതൽ ഈ പേഴ്സൺ ആ ഒരു ചീത്ത അവസ്ഥയിലേക്ക്
മുങ്ങിപ്പോവത്തില്ല. ഓക്കെ, സിങ്ക് ചെയ്ത് പോകത്തില്ല. കാരണം ഈ പേഴ്സൺ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഈ പേഴ്സണെ ഗൈഡ് ചെയ്യുന്ന അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഉണ്ടാകണം, അത് ഉറപ്പാണ്. ബിക്കോസ് ഈ പേഴ്സൺ ഒന്ന് വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ ലൈഫ് കൊണ്ടുപോയി നശിപ്പിച്ച് കളയില്ല. ബിക്കോസ് അതിൽ നിന്നും ഈ പേഴ്സണെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് ആരെങ്കിലുമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് ഭയങ്കരമായിട്ടുള്ള മോശക്കേടുകൾ വന്നിട്ടില്ലെങ്കിൽ കൂടി ഈ പേഴ്സന്റെ കർമ്മ ഇപ്പോൾ അതായത് ഈ ഒരു പ്രസന്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ക്ഷേത്ര ദർശനങ്ങളോ അല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ പോയി ദർശനം, അതായത് ദർശനം നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ക്ഷേത്ര ദർശനങ്ങൾ, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുമ്പസാരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ അമ്പലങ്ങളിൽ പോവുക, ഓരോ വ്രതം അനുഷ്ഠിക്കുക, ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുക. അതായത് ആ ഒരു കർമ്മം, ആ ഒരു മോശ സമയം അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പുറം തള്ളപ്പെടുത്തുന്ന രീതിയിൽ, അത് പുറം തള്ളിക്കളയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ബിക്കോസ് ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സണെ എങ്ങനെ റിപ്പയർ ചെയ്ത് എടുക്കണമെന്ന്. അതായത് എന്തെങ്കിലും ഒരു പാർട്സ് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ലേ? ആ ഒരു സെയിം പ്രോസസ്സ് ഈ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. അല്ലാതെ ഇതെന്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ യോഗമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ബാഡ് ലക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ അത് എന്താ പറയുക വിഡ്രോ ചെയ്ത്, ദാറ്റ് മീൻസ് അത് എന്താ പറയുക, അത് കംപ്ലീറ്റ്ലി അത് അക്സെപ്റ്റ് ചെയ്ത് തോൽക്കാനൊന്നും ഈ വ്യക്തി തയ്യാറല്ല. ബിക്കോസ് എന്താണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിൽ നിന്നും എങ്ങനെ കരകയറാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം, ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നതായിട്ടും പള്ളികളിൽ പോകുന്നതായിട്ടും ഒരുപാട് നേർച്ചകളും കാഴ്ചകളും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് സച്ച് എ നൈസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ ഈ പേഴ്സണെ പതുക്കെ പതുക്കെ വിട്ടു പോവുകയും അതിലൂടെ ഈ പേഴ്സണ് ഈ വ്യക്തിക്ക് പേഴ്സണൽ ഗ്രോത്തും അതുപോലെ ലൈഫിലെ പല പാഠങ്ങളും ഈ പേഴ്സണെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ, അതായത് മോശപ്പെട്ട കാര്യം ഈ പേഴ്സന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു മോശപ്പെട്ട അധ്യായം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സണ് മേ ബി 30 വയസ്സിന് മുകളിൽ ഉള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലുള്ള വ്യക്തിയായിരിക്കണം. അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒന്ന് വാടിപ്പോയാലും വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റ് പറക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ദ സെന്റർ ഓഫ് ദ കാർഡ് കിട്ടിയിരിക്കുന്നത് ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. അതായത് സമാധാനത്തിൻ്റെയും സ്പിരിച്വൽ ലൈഫിനെയും അതുപോലെ ഹീലിംഗ് പ്രോസസ്സിനെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ആൻഡ് ഓൾസോ ഹിയർ വി ക്യാൻ സീ 2 doors are open. ആൻഡ് ഓൾസോ സച്ച് എ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു വെള്ളപ്രാവ് പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിയർ വി ക്യാൻ സീ ദ ലോട്ടസ്. അതുപോലെ റെയിൻബോ കാണാൻ പറ്റുന്നുണ്ട്, മനോഹരമായിട്ടുള്ള വാട്ടർഫോൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അതിനെ സൂചിപ്പിക്കുന്നത് ആ ഒരു വാതിൽ, അതായത് ആ മോശപ്പെട്ട അധ്യായം അവസാനിച്ച് നല്ല കാലത്തേക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, അതിലേക്ക് ഈ പേഴ്സൺ പ്രവേശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ബിഗ് സൂചനയാണ് നമ്മൾക്ക് ഈ ഒരു സെന്റർ കാർഡ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദിസ് പേഴ്സൺ. ആൻഡ് ഓൾസോ അതിന്റെ ക്ലാരിഫിക്കേഷൻ ഹീലർ ഓഫ് ദ ഏജ് ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എന്താ പറയുക, മേ ബി ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ അതൊക്കെ എന്താ പറയുക തിരിച്ചെടുക്കാനായിട്ട് വീണ്ടെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഹെൽത്ത് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെഡിസിനൊക്കെ കഴിച്ച് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്ത് വർക്കൗട്ട് ആക്കിയെടുത്ത് ജിമ്മിൽ പോവുക, യോഗ ചെയ്യുക, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ പേഴ്സണെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പേഴ്സൺ മേ ബി നിങ്ങളിൽ നിന്നും അകന്ന് നിന്നെന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഈ പേഴ്സൺ ഉത്തരം തന്നില്ല എന്ന് വരാം. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ പോകുന്ന അവസ്ഥ, ബ്രേക്കപ്പ് ആണെങ്കിൽ അങ്ങനെ തന്നെ പോകുന്ന അവസ്ഥ.
ഇനിയിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ കൂടി നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഈ പേഴ്സൺ ഉത്തരം തരുന്നില്ലായിരിക്കാം, ക്ലാരിഫിക്കേഷൻ തരുന്നില്ലായിരിക്കാം. ബിക്കോസ് അതെന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ ആദ്യം ശുദ്ധീകരിക്കണ്ടേ, ഈ പേഴ്സൺ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകണ്ടേ, ഈ പേഴ്സണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടാണ്ട് അല്ലെങ്കിൽ സമാധാനം കിട്ടാണ്ട് എങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വരുന്നത്? ഓക്കെ, അപ്പോൾ അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഈ പേഴ്സൺ ഹീൽ ആവട്ടെ. ആൻഡ് ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മേ ബി ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിളൊക്കെ നന്നായിട്ട് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും രാമായണം, ബൈബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യു. ഓക്കെ, നമുക്ക് ഭയങ്കര ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകാനും ഖുറാൻ ഓക്കെ അതും പാരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ബിക്കോസ് ഈ പേഴ്സണും ഒരു ഹീലിംഗ് പ്രോസസ്സിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആകരുത്, നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇംബാലൻസ് വരും. ആൻഡ് ഓൾസോ ദ ഫ്യൂച്ചർ വിൽ ബി ദ കോർണി കോപ്പി ആണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റിഫ്രഷ്മെന്റ്, ന്യൂ ബിഗിനിങ്സ് ആൻഡ് ദ ന്യൂ സ്റ്റാർട്ട്. അതായത് പുതിയ തുടക്കത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മേ ബി നിങ്ങൾ 11 എന്ന് പറയുന്ന നമ്പർ കാണുന്നുണ്ടാകണം, 12 എന്ന് പറയുന്ന നമ്പർ കാണുന്നുണ്ടാകണം. ഇറ്റ്സ് ഓൾ അബൌട്ട് കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേണിയിലും കുറച്ച് ആൾക്കാർ ഒരു പാസ്റ്റ് ലൈഫ് ജേണിയിലും സൂചിപ്പിക്കുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കാര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡൗട്ടുകൾ തോന്നിക്കുകയാണ്. ഓക്കെ, ഈ പേഴ്സൺ എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ഈ പേഴ്സൺ എനിക്ക് പറ്റൂലേ എന്നൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇത് തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണ്, റൈറ്റ് പാത്തിലാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും ഫ്യൂച്ചർ കാർഡ് പോസിറ്റീവ് എൻഡിങ് ആണ് കാണിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മേ ബി ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു പ്രതിസന്ധികൾ അത് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് ഫ്യൂച്ചറിലാണ്. ബിക്കോസ് നിങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നായ ശേഷമായിരിക്കാം. സംതിങ് അതായത് എടുത്തു ചാടി ഒരു കാര്യത്തിലേക്കും പോകരുത്. അതായത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. സോ അതിനനുസരിച്ച് വിവേകത്തോടെയും ബുദ്ധിപരമായിട്ടും നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തി ആയിരിക്കോട്ടെ. ബിക്കോസ് ആ ഒരു കാർഡും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി 10/10 ഹാപ്പി ലൈഫ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. സോ അത് എപ്പോഴും ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദ റീഡിംഗ് ഇസ് ദ ഗ്രീൻ ആൻഡ് ദ പിങ്ക് കളർ ആണ്. വി ക്യാൻ സീ ദിസ് റാഫേൽ, ദ ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേൽ ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗ്രീൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലവ് ആൻഡ് പാഷനേറ്റ് ആൻഡ് അഫെക്ഷനേറ്റ് ബ്യൂട്ടിഫുൾ മാരേജ് ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒരുപാട് ആൾക്കാർ, അതായത് ഇന്ന് നിങ്ങളെ തള്ളി പറയുന്ന പല ആൾക്കാരും നിങ്ങളെ നാളെ അംഗീകരിക്കുന്നതായിട്ടും നാളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് മേ ബി നിങ്ങളുടെ പാരൻസ് ഉൾപ്പെടെ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടാകും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വേറെ പ്രപ്പോസൽ നോക്കിക്കൂടെ, അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കൂടെ എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഭാഗത്ത് നിന്നോ ഒക്കെ നിങ്ങൾക്ക് കുത്തുവാക്കുകളും പഴികളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകണം. ഈ വ്യക്തിക്കായാലും അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകണം. പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളെ തള്ളിപ്പറഞ്ഞ മോശമാക്കി പറഞ്ഞ പല ആളുകളും നിങ്ങളെ പിന്നീട് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയും കൺഗ്രാറ്റുലേഷൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതൊരു ബ്യൂട്ടീനെ കൂടെ സൂചിപ്പിക്കുന്ന കാർഡാണ്. സോ നിങ്ങൾ അനാവശ്യമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ സൗന്ദര്യമൊന്നും നിങ്ങൾ നശിപ്പിച്ച് കളയേണ്ടതില്ല. മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തിനാണ്, ലവ് സക്സസ് ആവുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടുന്നില്ല, ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിൽ ബ്യൂട്ടി ഒന്നും ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ വിട്ടേക്കരുത്. നിങ്ങൾക്ക് എന്തുണ്ടോ, നിങ്ങൾക്ക് പ്രകൃതി ഈ ഒരു യൂണിവേഴ്സ് കനിഞ്ഞനുഗ്രഹിച്ച് നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് അത് നിങ്ങൾ നല്ല രീതിയിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് മുന്നോട്ട് പോവുക, മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക.
ഓക്കെ, ബ്യൂട്ടീനെയും കൂടി സൂചിപ്പിക്കുന്ന കാർഡാണ് നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അതാണ് പിന്നെയും പിന്നെയും പറയുന്നത്. അതുപോലെ ബ്ലഡ് ഉണ്ടാകുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നിർത്തുക. ബിക്കോസ് നിങ്ങളൊരു ബ്യൂട്ടിയിലേക്ക് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ സ്പ്രെഡ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൈ ലവ് ഫോർ യു വിൽ നെവർ എൻഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വിൽ യു അക്സെപ്റ്റ് മീ ഇഫ് ഐ കം ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിശബ്ദനായിട്ടൊക്കെ ഇരിക്കുന്നതിൽ ഈ വ്യക്തിക്ക് ഭയമുണ്ട്. ബിക്കോസ് നിങ്ങൾ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമോ എന്നുള്ള പേടി. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 21 days from now, and also the yin yang balance, twin flame connection. ഓക്കെ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, കുറച്ച് ആൾക്കാരെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണി, അൺബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഓൾസോ ലെറ്റർ എ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, സ്ക്രീനിൽ ഞാൻ വീഡിയോൻ്റെ തുടക്കം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ അറിയിക്കുന്നതായിരിക്കും. ദെൻ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.